ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് പാട്ട് വെച്ച് തുടങ്ങിയത് എന്തിനാണെന്നറിയോ? ഇനി ചക്ക വെച്ചിട്ട് നമുക്ക് അടിപൊളി ചക്ക വറുത്തത് ഉണ്ടാക്കാം. അപ്പോൾ വരിക്കച്ചക്കയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചുള എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കനം കുറഞ്ഞ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചക്ക വെട്ടാൻ എനിക്ക് അത്ര വലിയ ഇല്ലാത്ത കാരണം തന്നെ അവിടെ ഇവിടെയൊക്കെ കണ്ടതുണ്ടായിട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വെട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടുക. ഞാനതൊക്കെ തല്ലി പൊളിച്ചിട്ടാണ് വെട്ടിയെടുത്തത്. കാരണം ചക്ക വെട്ടി പരിചയമില്ല. എന്നാലും പച്ചച്ചക്ക ഞാൻ അങ്ങനെ വെട്ടാറുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളുഭാഗം എങ്ങനെയാണ് കണ്ടോ, ചുളയൊക്കെ ഒരു ഇളം മൂപ്പ് എത്തിയൊരു ചക്ക കേട്ടോ. നല്ല വരിക്ക ചക്ക വേണം, അതന്നെ ഏറ്റവും പ്രധാനം കേട്ടോ. ചക്ക നമ്മൾക്ക് നല്ല കറുപുറുന്നനെ കിട്ടണമെങ്കിൽ തന്നെ വേണ്ടത് എന്താണ്, നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. സാധാ ചക്കകൾ കൊണ്ട് ഉണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. വരിക്കച്ചക്ക എപ്പോഴും നല്ല കറുമുറുങ്ങനെ ഇരിക്കും. അത് വരിക്കച്ചക്കയിൽ തന്നെ പലതരം കേട്ടോ. ചില ചുളകൾ നല്ല കട്ടിയുള്ള വരിക്കച്ചക്കയുണ്ട്. ഇത് കനം കുറഞ്ഞ ചക്കയാണ്. അപ്പോൾ അതിനുള്ള നല്ല ടേസ്റ്റിൽ നിൽക്കും. അപ്പോൾ ഇത് നന്നായി വെട്ടി നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാണ് ആക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് പാടുപെടുന്നുണ്ട്. ഒന്നാമത്തത് വെട്ടുപത്തിക്ക് മൂർച്ചയില്ല. അങ്ങനെ അതൊരു കണക്കിന് വെട്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ വിളിക്കുന്നുണ്ട്. നന്നായി പശയുണ്ട്. ചക്കമുളഞ്ഞിനാന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു കണക്കിന് ഞാൻ അതിനെ വെട്ടി പറിച്ചെടുത്തു. ക്യാമറ ഇത്തിരി ഇതാണെന്ന് എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കായി എടുക്കുന്നത് കൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ വെച്ചത്, സോറി. അപ്പോൾ ഒരുവിധം നന്നായി തന്നെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടോ. ഒരു മണിക്കൂറൊക്കെ ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട് തോന്നുന്നു. സ്പീഡുള്ളവർക്കൊക്കെ വേഗം ചെയ്യാം. എനിക്ക് സമയം എടുത്തു. കാരണം ഇടയിൽ ഉണ്ണികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിപ്പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ പണ്ട് ചക്കയൊക്കെ വറക്കണത് വീട്ടിലായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചാണ് ചക്ക നന്നാക്കുക. അപ്പോൾ വേഗമൊക്കെ കഴിയും. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ സമയം എടുക്കും. പിന്നെ ഉണ്ണികളുടെ ഇടയ്ക്ക് ഓടിപ്പോകണം. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർ ഒരു വിശക്കണം പറഞ്ഞ വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ വിശപ്പ് കൂടും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഓടിപ്പോയി നിൽക്കണം അല്ലേ. അങ്ങനെ ഒരുവിധം ഞാൻ ഒരു പകുതി തീർത്തു. പിന്നെ ഇരുന്നിട്ട് ഒരുവിധം അവസാനത്തെ ചക്കമുറിയാണിത്. ഇത് ഞാൻ വീഡിയോ എടുപ്പിച്ച കുഞ്ഞുമണീനെ കൊണ്ടാണ് കേട്ടോ. അവളെ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിലെ പാട്ട് പാടിയിരുന്നത് അവളാണ്. അവളുടെ കണകണ പാട്ടാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ചക്ക, ഇതിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കുരു, നല്ല വലിപ്പമുണ്ട്. കാരണം ഇത് കത്തി കൊണ്ട് തന്നെ ഇത് ചക്ക മുറിക്കുമ്പോൾ തന്നെ ചക്കക്കുരു നല്ല ഇതായിട്ട് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ ഇത് ലാസ്റ്റ് ഫൈനലാണ്. ഇതും ഞാനൊരു കണക്കിനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. നന്നാക്കി എടുക്കൽ മാത്രമല്ല, ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതിന് നമ്മൾ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇനി അതാണ് എൻ്റെ അടുത്ത പണി. അപ്പോൾ കത്തി കൊണ്ട് നൈസായിട്ടൊരു വര വരഞ്ഞിട്ട് അതിൻ്റെ തലഭാഗം അടിഭാഗം നമ്മൾ ചെത്തിക്കളയാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെത്തിക്കളഞ്ഞിട്ടില്ല. കാരണം ഇത് കറക്റ്റ് സ്ട്രൈറ്റായിട്ട് കിട്ടിയ കാരണം ഞാനതങ്ങനെ ഇത് ഒരു ഏകദേശം എല്ലാതും ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മൾ അടുപ്പത്ത് ഇടുമ്പോൾ നമുക്കത് ഒരേ വെവിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലത് മുരിയാൻ ചാൻസ് കുറവുണ്ട് കേട്ടോ. പിന്നെ ഇതെടുക്കുമ്പോൾ എല്ലാതും ഒരേ വലിപ്പത്തിൽ ഞാൻ എല്ലാതും നന്നാക്കി എടുത്തു. അങ്ങനെ ഇതൊക്കെ ഏകദേശം സെയിം വലിപ്പമാണ്. അങ്ങനെ ഞാൻ അടുപ്പത്താണ് വറക്കണത്, ചീഞ്ചട്ടിയിലാണ്. ഞാൻ ഉരുളി എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഉരുളിക്കുള്ളത് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അടുപ്പിൽ തീ കൂട്ടിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ചീഞ്ചട്ടിയിലാണ്, വിറകടുപ്പിലാണ് ഉണ്ടാക്കണത്. വിറകടുപ്പിൽ ഉണ്ടാക്കണതിൻ്റെ ടേസ്റ്റും അത് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനത് ഉണ്ടാക്കുക. ഒരുവിധം വീട്ടിലൊക്കെ പണ്ട് തൊട്ടേ വിറകടുപ്പിൽ തന്നെയാണ് ചക്ക വറക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിറക് കൂട്ടിയിട്ട് ചക്ക വറക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ കേട്ടോ. അപ്പോൾ പച്ചച്ചക്ക തിന്നാൻ വേണ്ടിയിട്ട് കുഞ്ഞുമണി ഇവളാണ് ആ പാട്ട് പാടിയത്. അപ്പോൾ ഇവൾ വന്ന് പച്ചച്ചക്ക തിന്നും. വറുത്തതിനോട് ഇവൾക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കുമെങ്കിലും മൂത്തുണ്ണിക്കാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഏകദേശം ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ നല്ല നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതായിരിക്കും ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറേ ഒന്നും എണ്ണ ഉപയോഗിക്കണില്ല, ആവശ്യത്തിന് കുറച്ച്. ഇത് 1/2 ലിറ്ററിനൊക്കെ താഴെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരു കുഞ്ഞിച്ചക്ക, ഒരു മീഡിയം വലിപ്പമുള്ള കുഞ്ഞിച്ചക്കയ്ക്ക് ഞാൻ അത്ര വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് കുറയുന്നത് നമുക്കിതിൽ കാണാം കേട്ടോ. ഇനി ഞാൻ ആദ്യത്തെ ചക്ക ഒരു എടുത്തിട്ടു. എണ്ണ ചൂടായപ്പോൾ എടുത്തിടാം. പിന്നെ കൈയൊക്കെ പൊള്ളാണ്ട് സൂക്ഷിക്കുക. എണ്ണ തിളച്ചെണ്ണയാണ്.
പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഞാൻ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിട്ടിട്ട് രണ്ട് ഇളക്കി ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കി വെള്ളയിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ഇടുമ്പോൾ നന്നായി പിടിക്കും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. അല്ലെങ്കിൽ ചിലയിടത്ത് ഉപ്പ് പിടിക്കില്ല, ചിലയിടത്ത് ഉപ്പ് പിടിക്കും, ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക. ഇതാകുമ്പോൾ നന്നായി എല്ലായിടത്തും പിടിക്കും. ഇനി നമ്മളിത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക, കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വേവാത്ത വരും, അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും, ടേസ്റ്റും കുറയും. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാതെ ഇനി അത് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുമ്പം ഒരു സൗണ്ട് വരും, ഇങ്ങനെ കുറുകുറു എന്നുള്ളൊരു സൗണ്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു വെന്ത് തുടങ്ങി എന്ന് വെച്ചാൽ നല്ല ക്രിസ്പിനെസ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ നല്ല ക്രിസ്പി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ച് വരും, ഗോൾഡൻ കളർ ആവണമ്പോൾ നമുക്കത് എടുക്കുക. ഇതിൽ ഞാൻ മറ്റേ അരിപ്പര ഇത് കിട്ടിയിട്ടില്ല, അപ്പോൾ അതിൽ ഇഡ്ഡലിയിലാണ് ഇട്ടിട്ടുള്ളത്. എനിവേ ഇതാണ് നല്ല കറുമുറുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോകളൊക്കെ ട്രൈ ചെയ്ത് കാണുക. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. വരിക്കച്ചക്ക വെച്ച് തന്നെ ഉണ്ടാക്കുക, എന്തായാലും കാണുക കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും വരിക്കച്ചക്ക വെച്ച് തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. നല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.